എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 11ാമത്തെ സർഗത്തിലെ 27 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളോട് കൂടിയിട്ട് 31ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 11ാമത്തെ സർഗം തീരുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സർഗങ്ങളാണ്, ചെറിയ വിഷയങ്ങളാണ്, കുറച്ച് വിഷയങ്ങളെ ഓരോ സർഗത്തിൽ പറയണുള്ളൂ. അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെയാണ് ശ്ലോകങ്ങൾ വരുന്നത്, മാറ്റമൊന്നുമില്ല. നമുക്കാദ്യം 27ാമത്തെ ശ്ലോകം നോക്കാം. രാജാവും പരിവാരങ്ങളും ശാന്തയും ഋഷ്യശൃംഖനും ഒക്കെ കൂടിയിട്ട് അയോധ്യയിലെത്തി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ശംഖദുന്ദുഭിനിർഹ്രാദൈഃ പുരസ്കൃത്വാ ദ്വിജർഷഭം തതഃ പ്രമുദിതാ സർവേ ദൃഷ്ട്വാ വൈ നഗരാദ്വിജം. ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വാദ്യഘോഷാദികളോട് കൂടിയിട്ടാണ് രാജാവിനെ ആനയിച്ചു കൊണ്ടുവരണത് എന്നാണ് പറയണത്. ശംഖ ദുന്ദുഭി നിർഹ്രാദൈഃ ദ്വിജർഷഭം പുരസ്കൃത്വ. രാജാവിനെ മാത്രമല്ല, രാജാവിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഋഷ്യശൃംഖനെയാണ്. ഋഷ്യശൃംഖനാണല്ലോ ഇവിടുത്തെ മുഖ്യ അതിഥി. അപ്പോൾ ഋഷ്യശൃംഖനെ വളരെ കാര്യമായിട്ട് ആനയിച്ചു കൊണ്ടുവരികയാണ്. അതാണ് ശംഖം ദുന്ദുഭി തുടങ്ങിയവയുടെ ശബ്ദങ്ങളാൽ, ഭേരീ നിനാദങ്ങളെ കൊണ്ട്, ശംഖ് ഊതുക, ശംഖ് വിളിക്കുക, അതൊക്കെ മംഗളകരമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ദുന്ദുഭി തുടങ്ങിയിട്ടുള്ള വാദ്യഘോഷങ്ങൾ, മൃദംഗമോ മിഴാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദ്യങ്ങൾ, ചെണ്ട, മദ്ദളം അങ്ങനെയുള്ളത് അടിച്ചു വായിക്കുന്ന വാദ്യങ്ങളൊക്കെ, അതൊക്കെ മംഗളസൂചകങ്ങളായിട്ടുള്ള വാദ്യങ്ങളാണ്. അതൊക്കെ മുഴക്കിക്കൊണ്ട് ദ്വിജർഷഭം പുരസ്കൃത്വ, ദ്വിജർഷഭനെ, ദ്വിജശ്രേഷ്ഠനായിട്ടുള്ള ആ ഋഷ്യശൃംഖനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോവാണ് വാദ്യഘോഷാദികളോട് കൂടിയിട്ട്. അങ്ങനെ തതഃ പ്രമുദിതാ സർവേ, അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ആദ്യം, അതായത് രാജാവ് വരികയാണ്, രാജാവും പരിവാരങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊട്ടാരത്തിലെ എല്ലാ ആൾക്കാരും, ഭടന്മാരും വാദ്യഘോഷക്കാരും എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് ആനയിച്ച് തിരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്വാഗതം എന്നാണ് പറയുക. വരണവരോടുള്ള ഏറ്റവും വലിയ ബഹുമാനമാണ് വരുന്നവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് ആനയിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വരണ ആൾക്കാർ, അതിഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ അവർ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുക. അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുമ്പാക്കം ചെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവരവരുടെ ഗൃഹങ്ങളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പതിവാണ് പണ്ട് മുതലേ ഭാരതത്തിലുള്ളത്. അപ്പോൾ അതാണിവിടെ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്വാഗതത്തിൻ്റെ പ്രവൃത്തിയായിട്ട്, സ്വാഗതത്തിലെ ഒരു ചെയ്യാനുള്ള പ്രവൃത്തിയായിട്ട് പറയണത്. അതാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ കൂടിയിട്ട് ഋഷ്യശൃംഖന് വേണ്ടി കാഴ്ചവെച്ചത്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പ്രമുദിതരായിട്ടുള്ള പ്രജകളും രാജാവും മറ്റ് ഭടന്മാരും മന്ത്രിമാരും പത്നിമാരും എല്ലാവരും കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ തതഃ പ്രമുദിത വൈ നഗരാ ദ്വിജം, അങ്ങനെ ജനങ്ങൾ മുഴുവനും എല്ലാവരും തന്നെ സർവേ ദൃഷ്ടുവ, എല്ലാവരും തന്നെ ഈ ബ്രാഹ്മണനെ കാത്തിരിക്കുകയാണ്. അതായത് ഋഷ്യശൃംഖൻ്റെ വരവ്, ഋഷ്യശൃംഖൻ വന്നിട്ട് വേണം ഇവിടെ വലിയൊരു യാഗം നടത്താൻ. രാജാവിന് പുത്രന്മാരില്ലാതെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വരവിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആ ബ്രാഹ്മണകുമാരൻ വന്നതോട് കൂടിയിട്ട് എല്ലാവരും സന്തോഷിച്ചു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 28ാമത്തെ ശ്ലോകം. പ്രവേശ്യമാനം സത്കൃത്യ നരേന്ദ്രേണേന്ദ്രകർമ്മണ യഥാദിവിസുരേന്ദ്രേണ സഹസ്രാക്ഷേണ കാശ്യപം. അവിടെ ഒരു ഉപമ പ്രയോഗം കൂടി നടത്തിയിട്ടാണ് അതിൻ്റെ ഭംഗി കൊണ്ടുവരുന്നത്. നരേന്ദ്രേണ ഇന്ദ്രകർമ്മണ സത്കൃത്യ പ്രവേശ്യമാനം, അതായത് രാജാവ് ദശരഥൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മത്തോടു കൂടിയിട്ടാണ് ആ ബ്രാഹ്മണനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അതാണ് നരേന്ദ്രേണ, നരേന്ദ്രനായിട്ടുള്ള ദശരഥനാൽ ഇന്ദ്രകർമ്മണ, ശ്രേഷ്ഠമായൊരു പ്രവൃത്തിയോട് കൂടിയിട്ട്. ഇന്ദ്രപദം വളരെ ശ്രേഷ്ഠവാചിയായിട്ട് പറയാറുണ്ട്. ഗജേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ആനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഗജേന്ദ്രൻ എന്ന് പറയും. അപ്പോൾ ഇന്ദ്രപദം ശ്രേഷ്ഠവാചിയാണ്. ഇവിടെ അതന്നെയാണ് ഇന്ദ്രകർമ്മണ, ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മത്തോടു കൂടിയിട്ട് ഒന്നിനൊരു കുറവും ഇല്ലാതെ അങ്ങനെയാണ് ആ ഋഷികുമാരനെ ആനയിച്ചു കൊണ്ടുപോയത്. അങ്ങനെ സത്കൃത്യ പ്രവേശ്യമാനം, സത്കരിച്ച്
അകത്തേക്ക് കൊണ്ടുവരപ്പെട്ട ദ്വിജനെ കണ്ടാൽ ആരെ പോലെയായിരുന്നു? യഥാദിവി സ്വർഗലോകത്ത് സുരേന്ദ്രേണ സഹസ്രാക്ഷേണ സുരേന്ദ്രേണ കാശ്യപം യഥാ തൻ്റെ കൊട്ടാരത്തിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക് വന്നവനായ വാമനനെ എങ്ങനെയാണോ ഇന്ദ്രൻ സ്വീകരിച്ചു കൊണ്ടുപോയത് അതുപോലെയായിരുന്നു. അതാണ് സഹസ്രാക്ഷേണ സുരേന്ദ്രേണ, സഹസ്രാക്ഷനായിട്ടുള്ള സുരേന്ദ്രനാൽ, ഇന്ദ്രനാൽ കാശ്യപൻ എന്നുള്ളത് കൊണ്ട് വാമനനെയാണ് ഉദ്ദേശിക്കുന്നത്. വാമനനെ എപ്രകാരമാണോ ഇന്ദ്രൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതുപോലെയായിരുന്നു ഋഷ്യശൃംഗനെ നരേന്ദ്രനും, അതായത് ദശരഥനും മറ്റ് കൊട്ടാരത്തിലെ എല്ലാവരും കൂടിയിട്ട് ആനയിച്ച് സത്കരിച്ച് കൊണ്ടുപോയത് എന്നർത്ഥം. അപ്പോൾ സ്വർഗത്തിലേക്ക് വാമനൻ പ്രവേശിച്ചതുപോലെ തന്നെയായിരുന്നു ഋഷ്യശൃംഗൻ അയോധ്യയിലേക്ക് പ്രവേശിച്ചത്. എന്നിട്ട് അടുത്തതായിട്ട് എന്താണ് ഉണ്ടാവണത് നോക്കാം. 29ാമത്തെ ശ്ലോകം നോക്കൂ. അന്തഃപുരം പ്രവേശ്യൈനം പൂജാം കൃത്വാ ച ശാസ്ത്രത കൃതകൃത്യം തദാത്മാനം മേനേ തസ്യോപവാഹനാത്. അങ്ങനെ ഋഷ്യശൃംഗനെയും ശാന്തയെയും കൂട്ടിയിട്ട് അന്തഃപുരത്തിലേക്കാണ് പോയത്. അതാണ് അന്തഃപുരം. കേവലം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലായിരിക്കണം എന്നില്ല. കൊട്ടാരത്തിൻ്റെ കെട്ടുകളിലേക്ക്, അകം ഭാഗങ്ങളിലേക്ക്, ആ അർത്ഥത്തിലും പറയാം. പിന്നെ ശാന്ത ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് അന്തഃപുരത്തിലേക്ക് ആവാം, അതും ആ അർത്ഥത്തിലും പറയാൻ പറ്റും. ഏനം അന്തഃപുരം പ്രവിശ്യ, അന്തഃപുരത്തിലേക്ക് ഋഷ്യശൃംഗനെ പ്രവേശിപ്പിച്ചിട്ട് ശാസ്ത്രത പൂജാം കൃത്വ, വിധിപ്രകാരമുള്ള ഒരു ബ്രാഹ്മണനെ, അതായത് ഒരു താപസനായിട്ടുള്ള ബ്രാഹ്മണനെ മാത്രമല്ല മരുമകനും കൂടിയാണല്ലോ, അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പൂജിക്കണം എന്നുള്ള വിധിപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്തിട്ട് രാജാവിന് വളരെയധികം അങ്ങോട്ട് സന്തോഷമായി. അതാണ് കൃതകൃത്യം തത് ആത്മാനം മേനെ തസ്യ ഉപവാഹനാത്, തസ്യ ഋഷ്യശൃംഗസ്യ ഉപവാഹനാത്. ആ ഋഷ്യശൃംഗനെ വേണ്ടതുപോലെ ആദരിച്ചിരുത്തിയപ്പോൾ, ഉപവാഹനങ്ങളൊക്കെ ചെയ്തപ്പോൾ, ആദരിക്കലൊക്കെ വേണ്ടത് പ്രകാരം ഒട്ടും ചിട്ട തെറ്റിക്കാതെ ചെയ്തത് കൊണ്ട് രാജാവിന് വളരെയധികം ഒരു കൃതാർത്ഥത അനുഭവപ്പെട്ടു. അതാണ് കൃതകൃത്യം ആത്മാനം മേനെ തഥാ. അങ്ങനെ അവരവരെ തന്നെ ആരായിട്ട് കണക്കാക്കി? വേണ്ടതൊക്കെ ചെയ്തവനായി തീർന്നു എന്നൊരു തോന്നൽ ദശരഥന് ഉള്ളാലെ ഉണ്ടായി. അതാണ് കൃതകൃത്യം ആത്മാനം മേനെ എന്ന് പറഞ്ഞത്. എന്നിട്ട് 30ാമത്തെ ശ്ലോകം നോക്കാം. അന്തഃപുരാണി സർവാണി ശാന്താം ദൃഷ്ട്വാ തഥാഗതാം സഹഭർത്രാ വിശാലാക്ഷീം പ്രീത്യാനന്ദമുപാഗമൻ. ശാന്തയോട് കൂടിയിട്ടാണല്ലോ ചെന്നത്. ശാന്തഭാവം വളരെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അംഗരാജ്യത്തിലേക്ക് പോയതാണ്. ദശരഥൻ്റെ മകളായിട്ട് ഇവിടെ ജനിച്ചതാണെങ്കിലും പോയതും വളർന്നതും ഒക്കെ അതായത് അംഗരാജ്യത്തേക്കാണ്. അംഗരാജ്യത്തിൻ്റെ പുത്രിയായിട്ടാണ് വളരണത്. സത്യത്തിൽ ഇവിടുത്തെ മകളാണെങ്കിലും ആ ശാന്തയെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ എന്താ തോന്നിയെന്ന് പറയാണ്. അന്തഃപുരാണി സർവാണി, അന്തഃപുരത്തിലെ പുരന്ത്രിമാർ, അവിടുത്തെ സ്ത്രീകളൊക്കെ തന്നെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പറയാണ്. സർവാണി അന്തഃപുരാണി, അന്തഃപുരത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്നിട്ട് ശാന്തയെ കുറേ കാലം കൂടിയിട്ട് കാണുകയാണ്. കുറേ പേർക്ക് ശാന്ത എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ. പ്രായമായിട്ടുള്ള അമ്മമാർക്കൊക്കെ കുറേ പേർക്ക് ശാന്തയെ അറിയാം, കുഞ്ഞുകുട്ടിയായിരുന്ന ശാന്തയെ അറിയാം. അവരെല്ലാവരും കൂടിയിട്ട് ആകാംക്ഷയോട് കൂടിയിട്ട് സുന്ദരിയായിട്ടുള്ള ശാന്തയെ നോക്കിക്കാണുകയാണ്. അതാണ് സർവാണി അന്തഃപുരാണി തഥാഗതാം സഹഭർത്ര തഥാഗതാം വിശാലാക്ഷിയും ശാന്താം ദൃഷ്ടുവ. ഭർത്താവിനോട് കൂടിയിട്ട് വന്നു ചേർന്ന വിശാലാക്ഷി, സുന്ദരി എന്ന അർത്ഥത്തിലാണ്. കണ്ണൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ്. അങ്ങനെ ആനന്ദത്തോടു കൂടി ഭർത്താവിനോട് കൂടി വന്ന ആ ശാന്തയെ കണ്ടിട്ട്, അതായത് ഇത്ര കുഞ്ഞു കുട്ടിയായിട്ട് ഇവിടുന്ന് പോയതാണ്, ആ ശാന്ത ഇത്ര വലുതായോ, കല്യാണമൊക്കെ കഴിഞ്ഞോ, ഭർത്താവിനോട് കൂടിയിട്ട് വന്നേക്കാണ്, ഇങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ട് സ്വന്തം ഗൃഹത്തിലെ ആൾക്കാർ, അവിടുത്തെ ജോലിക്കാർ, ഭടന്മാർ, സ്ത്രീകൾ, നോക്കി വളർത്തിയവർ, അങ്ങനെ കുറേ പേരുണ്ടാവുമല്ലോ. കുറച്ച് കാലമാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ശാന്തയെ പരിചരിച്ച അവിടുത്തെ ഒരു പ്രജാവൃന്ദങ്ങൾ, അവരെല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ശാന്തയെ നോക്കിക്കാണുകയാണ്. എന്നിട്ട് അത് കണ്ടിട്ട് അവർക്ക് വലിയ സന്തോഷമായി. നമ്മുടെ കുട്ടിയല്ലേ, അത് സന്തോഷമായി, കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ തിരിച്ചെത്തിയില്ലോ എന്നുള്ള ആനന്ദത്തോടു കൂടി അവർ തീർന്നു അവിടുത്തെ പ്രജകൾ. അതാണ്
പ്രീത്യ ആനന്ദമുപാഗമൻ. അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും അത്യധികം സന്തോഷമായി. നമ്മുടെ കുട്ടി ഭർത്താവിനോട് കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് അതാ വന്നേക്കണു എന്നുള്ള സന്തോഷം അവരെല്ലാവരും അനുഭവിച്ചു. 31ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഈ ഒരു സർഗം അതോടുകൂടി തീരാണ്. പൂജ്യമാനാതുതാഭിസ്സാരാജ്ഞാ ചൈവ വിശേഷത ഉവാസ തത്ര സുഖിത കഞ്ചിത് കാലം സഹദ്വിജ. അങ്ങനെ താഭി പൂജ്യമാനാസ, ആ സ്ത്രീകളാൽ, ആ അന്തഃപുരത്തിലെ അവരെ സേവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, സേവികമാർ, അവരാൽ പൂജിക്കപ്പെട്ടുകൊണ്ടും മാത്രമല്ല രാജാവ് വളരെയധികം ശ്രദ്ധ കൊടുത്തു. മകള് എത്രയോ കാലം ചെന്നതിന് ശേഷം തിരിച്ചു വന്നേക്കാണ്. അതിനങ്ങനെ നിസ്സാരമായിട്ട് തള്ളാനൊന്നും പറ്റില്ലല്ലോ. മറ്റൊരാൾക്ക് ദത്തായിട്ട് കൊടുത്തു വെച്ചാലും ദശരഥന് മകൾ തന്നെയല്ലേ. ആ ഒരു വാത്സല്യത്തോടു കൂടിയിട്ട് ദശരഥനും ശാന്തയെ കാര്യമായിട്ട് പരിചരിച്ചു, അങ്ങനെ ഉപചരിച്ചു. ആ വാത്സല്യമൊക്കെ അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ അന്തഃപുരത്തിലെ സ്ത്രീകളുടെ വാത്സല്യവും അച്ഛൻ്റെ വാത്സല്യവുമൊക്കെ വിശേഷമായിട്ട് അനുഭവിച്ചുകൊണ്ട് ആ ശാന്ത തത്ര കൊട്ടാരത്തിൽ, അയോധ്യ ആ കൊട്ടാരത്തിൽ കഞ്ചിത് കാലം, കുറച്ച് ദിവസം, അതായത് 1-2 ദിവസമൊന്നുമല്ല, മാസങ്ങളോളം സഹദ്വിജ ആ ഭർത്താവിനോട് കൂടിയിട്ട്, ബ്രാഹ്മണനായിട്ടുള്ള ഭർത്താവോട് കൂടിയിട്ട് ഉവാസ സുഖിത ഉവാസ സുഖമായിട്ട് ഇവിടെ വസിച്ചു. ലോമപാദൻ്റെ കൊട്ടാരത്തിൽ സുഖമില്ല എന്നൊന്നുമല്ല, ഇത് ജനിച്ച കൊട്ടാരമാണ്. അവിടെയും എങ്ങനെയാണോ അംഗരാജാവിൻ്റെ അടുത്ത് നിന്നുള്ള പരിഗണന കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ തന്നെ കിട്ടുന്നുണ്ടോ സംശയമുണ്ട്. ആ രീതിയിൽ സുഖമായിട്ട് താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭംഗിയായിട്ടുള്ള ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ സർഗം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശംഖദുന്ദുഭിർഹ്രാദൈഃ പുരസ്കൃത്വാ ദ്വിജർഷഭം തതഃ പ്രമുദിതാഃ സർവേ ദൃഷ്ട്വാ വൈ നഗരാദ്വിജം പ്രവേശ്യമാനം സത്കൃത്യ നരേന്ദ്രേണേന്ദ്രകർമ്മണാ യഥാ ദിവി സുരേന്ദ്രേണ സഹസ്രാക്ഷേണ കാശ്യപം അന്തഃപുരം പ്രവേശ്യൈനം പൂജാം കൃത്വാ ച ശാസ്ത്രതഃ കൃതകൃത്യം ദദാത്മാനം മേനേ തസ്യോപവാഹനാത് അന്തഃപുരാണി സർവാണി ശാന്താം ദൃഷ്ട്വാ തഥാഗതാം സഹ ഭർത്രാ വിശാലാക്ഷീം പ്രീത്യാനന്ദമുപാഗമൻ പൂജ്യമാനാതുതാഭിസ്സ രാജ്ഞാ ചൈവ വിശേഷത ഉവാസ തത്ര സുഖിതാ കഞ്ചിത് കാലം സഹദ്വിജ. അങ്ങനെ അടുത്ത സർഗത്തിൽ പതുക്കെ യാഗത്തിനുള്ള ആ ഒരുക്കങ്ങളൊക്കെ കാണാം. ഋഷിശൃംഗൻ തുടങ്ങാൻ പോണ യാഗത്തിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.